public distribution system in India. The basic objective of PDS in India is to provide essential consumer goods at cheap and subsidized prices to the consumers, so as to insulate them from the impact of rising prices of these commodities and maintain the minimum nutritional status of our population. To run this system, the government resorts to levy purchases of a part of marketable surplus with the traders and producers at procurement prices. It is used for the distribution to the consumers through a network of ration shops. In addition to food grains, PDS also been used in India for the distribution of edible oils, sugar, kerosene, etc. PDS in India covers the whole population. The number of fare shops have increased over the years from 0.49 lakhs at the end of 1960 to 4.47 lakhs in 2005-6. PDS distributes commodities worth more than rupees 30,000 crores annually to about 160 million families and perhaps the largest distribution network of its kind in the world. നമ്മുടെ പൊതുവിതരണ സംവിധാനം അല്ലെങ്കിൽ സമ്പ്രദായം അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ കൺസ്യൂമേഴ്സ്, നമ്മുടെ ആളുകൾക്ക് സബ്സിഡി നിരക്കിൽ, കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് നൽകുക. അങ്ങനെ അവരെന്താണ് ഈ വില വർധനവിന്റെ കീഴിൽ അവരെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ഒരു നിശ്ചിത ഒരു പോഷകാഹാര നിലവാരം നിലനിർത്താനും അവരെ സഹായിക്കുക. ഇങ്ങനെ ഒരു സംവിധാനം നിലനിർത്താൻ വേണ്ടി ഗവൺമെന്റ് പൊതുമാർക്കറ്റിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുകയും അത് അവർ വാങ്ങിയ വിലയ്ക്ക് തന്നെ അല്ലെങ്കിൽ സബ്സിഡി ചേർത്ത് കൺസ്യൂമേഴ്സ് നൽകുകയും ചെയ്തു. ഇതെങ്ങനെ നൽകുന്നത്? നിരവധിയായ റേഷൻ ഷോപ്പുകളുണ്ട് രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്നത്, അതിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പുറമെ ഭക്ഷ്യധാന്യത്തിന് പുറമെ ഭക്ഷ്യ എണ്ണകളും പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കവർ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പൊതുവിതരണ സംവിധാനം. 1960 0.47 എന്ന് പറഞ്ഞാൽ 47,000 റേഷൻ കടകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2005-2006 4,47,000 എണ്ണമായി അത് വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 30,000 കോടിക്ക് മുകളിലുള്ള തുകയ്ക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഓരോ വർഷവും 160 മില്യൺ വരുന്ന ഫാമിലിക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ വിതരണ ശൃംഖലയാണ് ഇന്ത്യയിലുള്ളതെന്ന് പറയാൻ പറ്റും. During 1997, a dual pricing structure was introduced under the targeted public distribution system. In this system, the issue prices for families BPL were fixed at 50% of the economic cost, while issue prices for families APL were very close to market prices. There was no incentive for them to buy from the PDS. Consequently, food grain stocks with the government increased considerably. To tackle this problem, the government had to reduce the issue price for APL families by 30% in July 2001. Thus, issue price for APL families were reduced to 70% of the economic cost. ഗവൺമെന്റ് ഒരു ഡുവൽ പ്രൈസിംഗ് സ്ട്രക്ചർ നടപ്പാക്കിയിട്ടുണ്ടായി. 2 വില പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് 2 വില ഈടാക്കുക. അതിൽ ഒന്ന് BPL മറ്റൊന്ന്
APL. BPL എന്താണ്? ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന വിലയുടെ 50%, കോസ്റ്റിന് 50% മാത്രം ഈടാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുക. ഒരു APL മാർക്കറ്റ് പ്രൈസും ഈടാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ APL സംബന്ധിച്ച് റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ റേഷൻ കടയിലുള്ള ഗവൺമെന്റ് കൊടുക്കുന്ന ഭക്ഷ്യധാന്യം കെട്ടിടുന്ന അവസ്ഥയുണ്ടായി. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് വീണ്ടും 2001 APL ഫാമിലിയുടെ ഭക്ഷ്യധാന്യത്തിന്റെ വില ഗവൺമെന്റ് 30% കുറയ്ക്കുകയുണ്ടായി. അതുപോലെ അവർക്ക് കൊടുക്കുന്ന ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് കേവലം ഇക്കണോമിക് കോസ്റ്റ് 70% മാത്രം അടച്ചാൽ മതി എന്ന രീതിയിൽ കൊണ്ടുവരികയും ചെയ്യും. Now let's find out what are the limitations of PDS in India. ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന്റെ പോരായ്മകൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, ലിമിറ്റഡ് ബെനിഫിറ്റ്സ് ടു പുവർ ഫ്രം PDS. Urban and rural poor also depend heavily on the open market to their consumption requirements. പലപ്പോഴും നമ്മുടെ പാവങ്ങളായ ആളുകൾക്ക് പോലും പലപ്പോഴും ലഭിക്കുന്ന PDSലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരിമിതമാണ്. അപ്പൊ അത് അർബൺ ഏരിയയിലായാലും റൂറൽ ഏരിയയിലായാലും ഒരു പരിധി വരെ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഭക്ഷ്യധാന്യ ആവശ്യത്തിന് വേണ്ടി അവർക്ക് പൊതുമാർക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു. What are the regional disparities in PDS benefits? PDSലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റിന് പ്രാദേശികമായിട്ടുള്ളൊരു അസമത്വമുണ്ട്. There are considerable regional disparities in the distribution of PDS benefits. കാരണം പല ഏരിയകളും എന്തെല്ലാം ഇത് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ചിലയിടത്ത് കൂടുതൽ, ചിലയിടത്ത് കുറവ്, ആ രീതിയിലേക്കുള്ള ഒരു സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് എന്നതാണ്. The question of urban bias. A number of economists have pointed out that PDS remained limited mostly to urban areas for a considerable point of time, while the coverage of rural areas was very insufficient. ചിലപ്പോഴൊക്കെ ഒരു പട്ടണ പ്രദേശങ്ങളിലൂടെ ഒരു പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ റേഷൻ കടകൾ കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഷൻ കടയുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് അനുഭവപ്പെടാറുണ്ട്. മറ്റൊന്ന്, the burden of food security. PDS is highly subsidized in India and this has put a several fiscal burden on the government. നമുക്കറിയാം, ഇത് ഉണ്ടാക്കുന്ന നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ അത് സബ്സിഡി നിരക്കിലാണ് കൊടുക്കുന്നത്. അത് വളരെ വലിയ ധനപരമായിട്ടുള്ള ബാധ്യതയാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അനുദിനം വർദ്ധിച്ചു വരുന്ന ധനകമ്മി എന്ന് നമുക്ക് പറയാം. അതിനൊരു കാരണം ഈ സബ്സിഡി തന്നെയാണ്. മറ്റൊന്ന്, ഇൻസഫിഷ്യൻസീസ് ഇൻ ദി ഓപ്പറേഷൻ ഓഫ് FCI. നമ്മുടെ FCIയുടെ പ്രവർത്തനത്തിലുള്ള കാര്യക്ഷമത ഇല്ലായ്മ. ഇക്കണോമിക് കോസ്റ്റ് ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യസ് ഫുഡ് ഗ്രെയിൻസ് ഓപ്പറേഷൻസ് ഹാസ് ബീൻ റൈസിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസിംഗ് റിക്വയർമെന്റ് പ്രൈസസ് ആൻഡ് അതർ കോസ്റ്റ്. നമ്മള് ഭക്ഷ്യധാന്യങ്ങൾ FCI ശേഖരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ അതിന്റെ വില കൂടുന്നുണ്ട്. മറ്റു പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിന്റെ സാമ്പത്തിക ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ലീക്കേജ് ഫ്രം PDS ആണ്. ദി ലീക്കേജ് ഈസ് ഇൻ ദി ഫോം ഓഫ് ലോസസ് ഇൻ ദി ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ടു ദ ഓപ്പൺ മാർക്കറ്റ്. The major part of leakage is due to the diversion of food grains to the open market because of the widespread prevalence of corrupt practices. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിൽ നിന്നുള്ള ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ചോർച്ചയാണ്. പലതും ഉൽപ്പന്നങ്ങൾ FCI ഗോഡൌണിൽ നിന്നും റേഷൻ കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ വരുന്ന വഴിക്ക് അത് മുങ്ങും. അത് മറിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി വളരെ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ലോസ് ഉണ്ട്. അതിനേക്കാൾ വലുതാണ് മറ്റു പൊതു മാർക്കറ്റിലേക്കൊക്കെ എന്താണ് റേഷൻ കടയിൽ വരുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു സംഗതി. കാരണം എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്താണ് റേഷൻ കടയിലുള്ള സാധനങ്ങൾ റേഷൻ കടക്കാരൻ തന്നെ എന്ത് ചെയ്യുന്നു, മറിച്ച് കൊടുത്ത് പൈസ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇന്ത്യയിൽ റേഷൻ ഷോപ്പ് അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ. ഓക്കെ.